ഫോക്ക് ഫുഡ് ഫ്ലോറ നമ്മളുടെ പുതിയ വ്ളോഗ്. ഇന്ന് ലാസ്റ്റ് വ്ളോഗ് ഓഫ് മലേഷ്യയാണ്, ലാസ്റ്റ് വ്ളോഗ് ഓഫ് ക്വാലാലംപൂർ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പെട്രോണാസ് ട്വിൻ ടവർ, നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള ട്വിൻ ടവേഴ്സ്, പെട്രോണാസ് ട്വിൻ ടവേഴ്സിനെ കുറിച്ചിട്ട്. ഇത് 451.9 മീറ്റർ ഉയരമാണ് മൊത്തം ഉള്ളത്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെസാ പെല്ലി എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ്, അതായത് 1998 മുതൽ 2004 വരെ വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു പെട്രോണാസ് ടവർ എന്ന് പറയുന്നത്. ഇപ്പോഴും വേൾഡ്സിലെ ടോളസ്റ്റ് ട്വിൻ ടവേഴ്സ് നോക്കുകയാണെങ്കിൽ പെട്രോണാസ് തന്നെയാണ്. പക്ഷേ ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ 2004 ശേഷം നമ്മളുടെ ബുർജ് ഖലീഫയൊക്കെ വന്നപ്പം ഇതിൻ്റെ പൊസിഷൻ സെക്കൻഡും തേർഡിലേക്കൊക്കെ ഷിഫ്റ്റ് ആയിപ്പോയി. പുറമേ ഇത് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ക്രിസ്റ്റൽ പോലത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ പുറമേയുള്ള എക്സ്റ്റീരിയർ നിങ്ങൾ കാണുന്ന ടവറിൻ്റെ സെക്ഷൻ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ഗ്ലാസ്. അതാണ് ഇത്ര ഒരു ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ആ ഒരു ഷൈനിങ്ങും ആ ഒരു ലൂമിനസ് ഫീച്ചറൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. പെട്രോണാസ് ടവർ ഞങ്ങളൊരു ഈവനിങ് ആയിരുന്നു വിസിറ്റ് ചെയ്തിരുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ നെക്സ്റ്റ് ഡേ ഓഫ് ട്രാവലിലേക്ക് ഞങ്ങൾ നേരെ പോയത് പുത്രജയ എന്ന് പറയുന്ന മലേഷ്യയുടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലാണ് പുത്രജയ. അങ്ങോട്ടായിരുന്നു നമ്മൾ യാത്ര തിരിച്ചത്. പോകുന്ന വഴി നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് സെറി വാവാസൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മലേഷ്യയുടെ ഫെഡറൽ ടെറിട്ടറി ആയിട്ടുള്ള പുത്രജയ സിറ്റിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നുള്ളതാണ് ഈ സെറി വാവാസൻ ബ്രിഡ്ജ്. വൺ ഓഫ് ദ വളരെ മെയിൻ ആൻഡ് അട്രാക്റ്റീവ് ബ്രിഡ്ജാണ് ഈ സെറി വാവാസൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരു സെയിലിംഗ് ഷിപ്പിൻ്റെ അപ്പിയറൻസ് ആണ് അവർ മൊത്തത്തിൽ ഈ ബ്രിഡ്ജിൻ്റെ ഒരു ഔട്ട്ലുക്ക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നൈറ്റ് ആകുമ്പോൾ വളരെ ചേഞ്ചബിൾ ആയിട്ടുള്ള കളർ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുന്ന് നിന്ന് താഴെ ഒരു തടാകമാണ്, ആർട്ടിഫിഷ്യൽ തടാകമാണ്. അവിടുന്ന് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരു പിങ്ക് ഡോം ഉള്ളൊരു സ്ട്രക്ചർ. ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ആ ഒരു പിങ്ക് ഡോം വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ആണത്. ആ പിങ്ക് ഡോം സ്ട്രക്ചറാണ് നമ്മളുടെ പുത്രജയ. അങ്ങോട്ടാണ് നമ്മൾ ആക്ച്വലി ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു ഫുൾ വ്യൂ കാണാൻ ഭയങ്കര സെറീനായിരുന്നു, ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു ആ ഒരു എൻറ്റയർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ദൂരെ നിന്ന് നിങ്ങളിപ്പോൾ കണ്ട പുത്രജയ മോസ്കിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ ആ ഒരു മോസ്ക് നമുക്ക് ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മൾ അടുത്ത് അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ഭംഗി അതിലും കൂടുതലാണ്. സൈഡിലൊക്കെ ഗാർഡൻസൊക്കെ വെച്ച് നമ്മളെ ക്ലൈമറ്റും അതെ, രാവിലെ ചെറിയൊരു ഡ്രിസിൽ, ചെറിയൊരു മഴ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനും ഭയങ്കര ഭംഗിയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് ഒരു ക്വാലാലംപൂറിന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മളുടെ പുത്രജയ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിലോട്ട്. 1990കളിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുത്രജയ, അതായത് മലേഷ്യയുടെ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ ഉള്ള ഒരു ഫെഡറൽ ടെറിട്ടറി ഫോർമേഷൻ വരുന്നത്. അതാണ് ഈ പുത്രജയ എന്ന് പറയുന്ന പ്ലേസ്. ഈ പുത്രജയ എന്ന് പറഞ്ഞ പ്ലേസിലാണ് നമ്മളുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, അതായത് പെർഡാന പുത്ര എന്ന് പറയും. ഈ പെർഡാന പുത്ര എന്ന് പറയുന്നത് അവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസാണ്. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ ബ്ലോക്ക് ലെറ്റേഴ്സിൽ പുത്രജയ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ബാക്കിൽ കാണുന്ന ഈ ഗ്രീൻ ഡോം സ്ട്രക്ചേർഡാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മളുടെ മോസ്ക്, അതായത് നമ്മളെ പുത്ര മോസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുത്ര മോസ്കും അതേപോലെ ഈ പെർഡാന പുത്ര, അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസും ചേർന്നിട്ടുള്ള എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ ടോട്ടലി പുത്രജയ എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളവിടെ കണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വൃത്തി, ക്ലെൻലിനെസ്, ഒരു രക്ഷയില്ല. അതേപോലെ ഗാർഡൻ, ആ സെക്ഷൻ പ്ലാന്റ് ഏരിയാസും ഫ്ലവേഴ്സ് അതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ചെന്ന സമയത്തും അത് പരിപാലിക്കാനും അത് കറക്റ്റ് സമയത്ത് കട്ട് ചെയ്യാനും ഒക്കെ അവർ കറക്റ്റായിട്ട് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇതിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് കൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ഫോറിനേഴ്സ് അട്രാക്റ്റഡ് ആവുന്നതും
ആ ഒരു സസ്റ്റൈനബിളായിട്ട് ഇതെല്ലാം നിന്ന് പോകുന്നതും. ഇനി നമ്മൾ ഫസ്റ്റ് പുത്ര മോസ്കിലേക്കാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല, ടൂറിസ്റ്റേഴ്സിനൊന്നും. ഒക്കെ പുറത്തു നിന്നും നമുക്ക് ഫോട്ടോസ് എടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തുള്ള പുത്ര മോസ്കിലേക്ക് നമുക്ക് എൻ്റർ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റർ ആവുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ബുർഖ ധരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റെഡ് മറൂൺ കളർ ബുർക്ക നമ്മൾ ഈ കൗണ്ടറിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ചപ്പൽസൊക്കെ അവിടെ ഊരി വെച്ചതിന് ശേഷം നമ്മൾ ഈ ബുർക്ക ധരിച്ചിട്ട് വേണം ഈ പുത്ര മോസ്കിലോട്ട് എൻ്റർ ആവാൻ. നമ്മൾ ആ സെരീവ് ആവാസൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ദൂരെ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു പിങ്ക് ഡോം ഉള്ളൊരു സ്ട്രക്ചർ കണ്ടു അല്ലേ? അപ്പോൾ അതാണ് പുത്ര മോസ്ക്. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ ഈ ബുർക്ക ധരിച്ചിട്ട് ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പോകുന്നത്. ഈ പുത്ര മോസ്ക് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റണ്ണിങ് ആണ്. ഓക്കെ, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു പിങ്ക് അല്ലെങ്കിൽ റോസ് കളർ ടിൻറ്റഡ് ഗ്രാനൈറ്റ് ലാൻഡ്മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 1999 പുത്ര മോസ്ക് പുത്രജയയിൽ കംപ്ലീറ്റ് ആവുന്നത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു 15,000 വർഷിപ്പേഴ്സിനെ വരെ ഉൾക്കൊള്ളാവുന്ന, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റയർ സ്ട്രക്ചറാണ് നമ്മളുടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പുത്ര മോസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ടിൻറ്റഡ് ഗ്രാനൈറ്റ് കളർ പിങ്ക് ആയതുകൊണ്ട് തന്നെ പിങ്ക് മോസ്ക് എന്നും ഇതിന് വളരെ ഫേമസ് ആയിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ വലിയ ഡോം സ്ട്രക്ചർ 36 മീറ്ററാണ് അതിൻ്റെ ഡയാമീറ്റർ. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 50 മീറ്റേഴ്സ് ഹൈറ്റിലാണ് ആ ഡോം അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. മോസ്കിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാവരും ബുർക്ക ധരിച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. ഒരു ചെറിയ എക്സെപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60+ അല്ലെങ്കിൽ ആ ഒരു ഏജ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് ബുർക്ക അങ്ങനത്തെ ഒന്നും ധരിക്കേണ്ട. അവർക്ക് ആസ് യൂഷ്വൽ അവരിട്ട ആ ഡ്രസ്സിൽ തന്നെ അവർക്ക് എൻ്റർ ആവാവുന്നതേ ഉള്ളൂ. അവർക്ക് മാത്രം ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഡോമിൻ്റെ പുറത്തുനിന്ന് കാണുന്ന ആ ഡോമിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു എസ്തെറ്റിക് ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാൽ മതിയാകില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഉൾഭാഗമൊക്കെ ഒരു വലിയൊരു പ്രെയർ ഹാളായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോർട്ട്യാർഡ് ഉണ്ട്, അതുപോലെ വേരിയസ് ലേണിംഗ് ഫെസിലിറ്റീസ് അതൊക്കെ അവർ ഒരുക്കി തരുന്നുണ്ട് ഈ പുത്ര മോസ്കിൽ. ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ സെക്ഷൻ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഒരു 15,000 വർഷിപ്പേഴ്സിനെ വരെ ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മോസ്കിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ജസ്റ്റ് ആ കോർട്ട്യാർഡ് ആ പുറത്തേക്ക് വരുന്ന സമയം നമ്മൾ നേരത്തെ കണ്ടൊരു മാൻമെയ്ഡ് ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്ത ഒരു ലേക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ലേക്കാണത്. നിങ്ങൾക്ക് ആ ദൂരെ കാണാൻ പറ്റും സെരീവ് ആവാസൻ ബ്രിഡ്ജിനെ. അപ്പോൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഈ ലേക്കിൽ നമുക്ക് ബോട്ടിങ് അങ്ങനത്തെയൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രൈസ് ചാർജ് ഉണ്ട്. അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടേഴ്സിൽ പോയിട്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മോസ്കിൻ്റെ ജസ്റ്റ് പുറത്തുള്ള ഒരു സെക്ഷനാണ്. ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ചുറ്റി കാണാൻ ഉള്ളൊരു ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പുത്രജയയിലെ വിശേഷങ്ങൾ. പുത്രജയയിൽ നിന്ന് ഞങ്ങൾ നേരെ മലേഷ്യ കുലാലംപൂരിലേക്ക് തന്നെ ഞങ്ങൾ റിട്ടേൺ ചെയ്ത് നമ്മൾ നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന
അതായത് മസ്ജിദ് നെഗാര എന്നും ഇതിന് പേരുണ്ട്. അവിടെയാണ് വിസിറ്റ് ചെയ്തത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15,000 ആളുകളെ ഒക്കെ ഉൾക്കൊള്ളാവുന്ന ഒരു മോസ്കാണ് ഈ മസ്ജിദ് നെഗാര. ഇവിടെയും നമ്മൾ എൻ്റർ ആവുന്ന സമയത്ത് ബുർഖ ധരിക്കണം. അവിടെ നമ്മളൊരു മെറൂൺ കളർ ബുർഖയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കൊരു പേർപ്പിൾ കളർ ബുർഖയാണ് നമുക്ക് അവർ ധരിക്കാൻ പറഞ്ഞത്. അപ്പോൾ മോസ്കിലൊക്കെ പൊതുവേ എല്ലാ സ്ഥലത്തും എൻ്റർ ആകുമ്പോൾ ബുർഖ മസ്റ്റാണ്. അപ്പോൾ ഇവിടെയും ഒരു പേർപ്പിൾ കളർ മോസ്ക് ധരിച്ചിട്ട് ഉള്ളിലേക്ക് കയറണം. അച്ഛൻ ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ ഒരു 60+ ഉള്ള ആൾക്കാർക്ക് ഇവിടെയും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെല്ലാവരും ഇട്ടു. ഞങ്ങളെല്ലാവരും ബുർക്കയൊക്കെ ധരിച്ച് മോസ്കിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 13 ഏക്കറിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ മോസ്ക് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് റൂഫാണ്. അതായത് 16 പോയിൻറ്റഡ് സ്റ്റാർ റൂഫാണ്. അതായത് അത് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 സ്റ്റേറ്റ്സ് ഓഫ് മലേഷ്യയിൽ മൊത്തം 13 സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ആ 16 പോയിൻറ്റഡ് സ്റ്റാർ എന്ന് പറയുന്നത് അത് സിംബലൈസ് ചെയ്യുന്നത് 13 സ്റ്റേറ്റ്സ് ഓഫ് മലേഷ്യയും അത് കൂടാണ്ട് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാമും. ഈ മോസ്കിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ടുള്ള ഇവർ ചെയ്തിട്ടുള്ളത് എല്ലാം ഓപ്പൺ സൈഡഡ് ആണ്. ഇത് ഓപ്പൺ സൈഡഡ് കൊണ്ട് ഉദ്ദേശിച്ചത് സൈഡിലൊന്നും ചുമരുകൾ അവർ വെച്ചിട്ടില്ല. അതായത് വായു ഉള്ളിലോട്ട് കയറുന്ന പോലെ തന്നെ എയറി ഡിസൈൻ എന്ന് പറയും. അപ്പോൾ നല്ല രീതിയിലുള്ള വെൻറ്റിലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഈ മോസ്ക് ഫുള്ളി അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് എല്ലാം എൻക്ലോസ് ചെയ്ത് ചുമര് കൊണ്ട് എല്ലാം മൂടി അങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സെക്ഷനായിട്ടല്ല അവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വായുസഞ്ചാരം നടക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് അവർ നാഷണൽ മോസ്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ 16 പോയിൻറ്റ് സ്റ്റാർ കോൺക്രീറ്റ് റൂഫ്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് അംബ്രല്ല പോലെ, അതായത് ഒരു കുട നമ്മൾ ഏതാണ്ടൊരു മൂടാറായ ഒരവസ്ഥ നിങ്ങളിപ്പോൾ ഈ കാണുന്നുണ്ടാവും. ഈ ഒരു യെല്ലോ വൈറ്റ് പെയിൻ്റ് അടിച്ച ഈ ഒരു സെക്ഷൻ, ആ ഒരു കുട നമ്മൾ പാതി മൂടായ ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, ആ ഡിസൈനാണ് അവരത് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയായിരുന്നു. നിങ്ങൾ അതിൻ്റെ ഒരു ഔട്ടർ സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഭയങ്കര ചില്ലൊക്കെ ഇട്ടൊരു ഷൈനിങ് ഗ്ലാസ് ഒക്കെ ഉള്ളൊരു സ്ട്രക്ചറാണ് അതിൻ്റെ ഔട്ടർ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മോസ്കിൻ്റെ ഇൻസൈഡ് ഭാഗത്തോട്ട് പോവാം. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് അവിടെ മെഡിറ്റേഷൻ പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ഓഫ് മോസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബൗണ്ടറിക്ക് അപ്പുറം നമുക്ക് ഉള്ളിലോട്ട് നമുക്ക് എൻട്രി ഇല്ല. അത് അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു സെക്ഷൻ വരെ എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ പില്ലേഴ്സാണ്. അറൗണ്ട് ഒരു 300 പില്ലേഴ്സ് വരെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാം. അപ്പോൾ ഞങ്ങൾ നാഷണൽ മോസ്കിൻ്റെ വിസിറ്റും കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് ഇസ്താന നെഗാര എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഇസ്താന നെഗാര എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ നാഷണൽ പാലസ് എന്ന് പറയും. അതായത് മലേഷ്യയുടെ കിങ് ഓഫ് മലേഷ്യ റിസൈഡ് ചെയ്യുന്ന പാലസ്, അതാണ് നമ്മളുടെ ഇസ്താന നഗാര എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു ഭാഗ്യക്കേട് എന്ന് പറയുന്ന പോലെ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മഴയായിരുന്നു ഞങ്ങളവിടെ എത്തിയ സമയം. അതുകൊണ്ട് തന്നെ അതും ഞങ്ങൾ എത്താറായ സമയം ഒരു 5 PM ആ ഒരു റേഞ്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിറ്റിംഗ് ടൈം ഏതാണ്ട് ക്ലോസുമായി. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ മഴയില്ലെങ്കിലും ഞങ്ങൾക്ക് ഉള്ളിലോട്ട് എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഒരു ½ hour ഞങ്ങൾ അവിടെ നിന്നു. ഒരു സൈഡിലൊരു റൂഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഏതാണ്ട് ഒരു ½ hour സ്പെൻഡ് ചെയ്തപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു, വിസിറ്റിംഗ് ടൈമൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്താന നെഗാര, ആ നാഷണൽ പാലസിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. അത് ഒരു 5:30-6 PM ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മഴയൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയമാണത്. നമ്മൾ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ടോട്ടലായിട്ട് 22 ഡോംസ് ആണ് ഈ ഒരു ആർക്കിടെക്ചറിന് വരുന്ന ഈ പാലസിൻ്റെ. അതിൽ ഒട്ടുമിക്ക ഒരു 18ഓളം വലിയ ഡോമുകളും പിന്നെ ചെറിയ 4 ഡോമുകളും ചേർന്ന് ടോട്ടൽ 22 വലിയ ഡോമുകളാണുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് നേരെ ഞങ്ങൾ
ഞങ്ങളെ സ്കൈ സ്യൂട്ട്സ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഈ സ്കൈ സ്യൂട്ട്സ് അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവരും ഭയങ്കര ടയേർഡാണ്, കംപ്ലീറ്റ് റെസ്റ്റ്. നാളെ നമ്മൾ പോകുന്നത് മെലാക്കയിലോട്ടാണ്. അപ്പോൾ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മളുടെ ട്രാവൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മെലാക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് അവിടുന്ന് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സിനാണ് നമുക്കൊരു 2 hour ജേർണി ഉണ്ട് ക്വാലാലംപൂർ നിന്ന് മലാക്കയ്ക്ക്. അപ്പോൾ മലാക്ക എന്ന് പറയുന്നത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയാണ്. മലേഷ്യത്തെ ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്റോറിക് ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് മലാക്ക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇറങ്ങി, അവിടുത്തെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് പോലുള്ളൊരു സെക്ഷനാണ്. ബസ് സ്റ്റാൻഡ് പ്ലസ് ഒരു ഷോപ്പിംഗ് മോൾ സെക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഡൊമിനോസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളൊരു കാറ് റെൻറ്റലിനെടുത്ത് നേരെ മലാക്കയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ഓങ് കിം വി എന്ന് പറയുന്ന എയർബിഎൻബിൻ്റെ ഒരു റെസിഡൻസ് ആയിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നേരെ പോയി. അവിടെ പോയിട്ട് നമ്മളെല്ലാം നമ്മളുടെ ബാഗ്സും ലഗേജസൊക്കെ ഒന്ന് സെറ്റായി, നമ്മളൊന്ന് സെറ്റായിട്ട് വേണം അടുത്ത കാഴ്ചകളിലോട്ട് പോകാൻ. ഇവിടുത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റെഡ് സ്ക്വയർ അല്ലെങ്കിൽ ഡെഡ് സ്ക്വയർ ഇൻ മലേഷ്യ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന് റെഡ് സ്ക്വയർ എന്ന് പറയുന്ന പേര് വരാൻ കാരണം ഈ ഒരു ഭാഗത്തെ എല്ലാ ബിൽഡിങ്സും റെഡ് കളറിലാണ് അവർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതൊരു ഡച്ച് കൊളോണിയൽ ബിൽഡിങ്സ് ആണ് ഇവിടെ ഉള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് റെഡ് സ്ക്വയർ അല്ലെങ്കിൽ ഡച്ച് സ്ക്വയർ എന്ന പേര് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. നമുക്ക് ഫോട്ടോസ് എടുക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം. ഇയാൾ നിലുവിന് അത്യാവശ്യം കുറച്ച് കളിപ്പിച്ചു, ബലൂണൊക്കെ കൊടുത്ത്. നിലും അല്ലുവിനെയും രണ്ടുപേരെയും. അപ്പം രണ്ടുപേരും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഓരോന്ന് ഒരു ജോക്കർ ഒരു ടൈപ്പ് ഓഫ് ആളാണ്. എന്തായാലും നല്ല എൻ്റർടൈനിങ് ആയിട്ട് അയാളെ നല്ല രീതിയിൽ എല്ലാവരും എൻഗേജ്ഡായി വെക്കുന്നുണ്ടായിരുന്നു. നിലുവിനും അല്ലുവിനും ഒക്കെ അയാളെ ഒരുപാട് ഇഷ്ടമായി. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് മെലാക്കയുടെ ഒരു ക്രൂയിസ് പോയിൻ്റ് ഉണ്ട്. മെലാക്ക റിവർ ക്രൂയിസ് എന്നാണ് ആ ഒരു ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ്സ് എടുക്കാം. ടിക്കറ്റ്സ് എടുത്തിട്ട് നമുക്ക് ആ മെലാക്ക റിവർ ക്രൂയിസ് ഒരു ചെറിയ ക്രൂയിസാണ്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ക്രൂയിസിൽ ഫുൾ റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് കാണാം ക്രൂയിസിലെ ആൾക്കാർ പോകുന്നത്. അപ്പോൾ അത് നൈറ്റ് വരെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂയിസാണ്. അപ്പോൾ അതിൽ നമുക്ക് റിവർ ക്രൂയിസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു വണ്ടി ഭയങ്കര ഒരു ഫാസിനേഷൻ തോന്നിയൊരു സംഭവമാണ്. നമുക്ക് ഒരു പേയ്മെൻ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്രയോ ഒരു പ്രാവശ്യം അവിടെ ആ ഒരു ഫുൾ വെഹിക്കിളിൽ നമുക്ക് ഫുൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ് മലാക്കയത്തെ ഈ ഒരു മെനാറ ടാമിങ് സാരി എന്ന് പറയുന്നത്. ഇതൊരു 110 മീറ്റർ ഹൈറ്റിൽ നമ്മളെ ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് റൈസ് ചെയ്യും. താഴെ അവർക്കൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു മാക്സിമം ഒരു 10 minutes, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എയർ കണ്ടീഷൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു മാക്സിമം ഒരു 10 minutes നമുക്ക് ഫുൾ ഈ എയർ കണ്ടീഷനിൽ അവർ താഴെ നിന്ന് ഒരു 110 മീറ്റർ ഹൈറ്റിലോട്ട് പൊന്തിക്കും. ആ ഒരു റൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ഒരു മെലാക്ക, ഈ ഒരു കംപ്ലീറ്റ് മെലാക്ക ഏരിയയുടെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റും. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് ഈ മെലാക്ക എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഹിസ്റ്റോറിക്കലും കൾച്ചറലൊക്കെ ആയിട്ട് വളരെ റിലേറ്റഡ് ആണ്. പണ്ട് ഇതിവിടെ ഒരു പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അന്ന് വളരെ സുലഭമായിട്ട് പോർട്ടിൽ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ വളരെ അടുത്താണ്. നമ്മൾ ഈ 360 ഡിഗ്രി വ്യൂവിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ സെക്ഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു മെനാറ ടാമിങ് സാരി എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു ഫുൾ സിറ്റിയുടെ 360 ഡിഗ്രി വ്യൂ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുക, അതും ഒരു 110 മീറ്റർ ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു മെലാക്ക സിറ്റിയിൽ എത്രമാത്രം സെറ്റിൽമെൻറ്റ്സ്, എത്രമാത്രം വീടുകളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇത് നമുക്ക് ഈ ഒരു വ്യൂവിലാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതും ആ ഒരു സൺസെറ്റ് ടൈം ആയതുകൊണ്ട് വ്യൂ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. April 18, 2008 ഇത് ഓപ്പൺ ആവുന്നത്. അങ്ങനെ May 2008 മുതലാണ് ഈ ഒരു
മെനാറ ടാമിങ് സാരി എന്ന് പറയുന്നത് വർക്കിംഗ് കണ്ടീഷനിൽ എത്തിത്തുടങ്ങിയത്. അപ്പോൾ ഈ ക്വാലാലംപൂർ ഞങ്ങൾ ട്രിപ്പ് എടുത്തത്, മലേഷ്യയിലേക്ക് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു 5 days ഐറ്റിനറിയാണ് ഇട്ടത് ടോട്ടലായിട്ട്. അപ്പോൾ എല്ലാം ചേർത്ത്, അതായത് ക്വാലാലംപൂർ, അതുപോലെ പുത്രജയ, മലാക്ക എല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്കൊരു 5 days വേണ്ടി വന്നത്. എൻ്റെ ഈ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയാനാണെങ്കിൽ, ഞാനൊരാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വർത്തായിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് 3 days ആയിരുന്നു. ആക്ച്വലി ക്വാലാലംപൂരിലുള്ള ആ ഒരു ടൈം തന്നെയായിരുന്നു, പ്ലസ് പുത്രജയ അതും കൂടിയും പറയണം. മലാക്ക എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു വലിയ കാണാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാൽ കൂടി ജസ്റ്റ് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അടുത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഞങ്ങൾ പോകുന്ന ആ ഒരു വഴി ഒരു ചെറിയ കരോളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളൊക്കെ ചേർന്ന് കരോളൊക്കെ പാടി എല്ലാവരും ആസ്വദിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മലേഷ്യൻ വ്ളോഗ്സ് ഇതോടുകൂടി തീരെയാണ്. അപ്പോൾ എല്ലാവരും ഫോക്ക് ഫുഡ് ഫ്ലോറെ സപ്പോർട്ട് ചെയ്യുക.